എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഇപ്പോൾ സ്കൂളിൽ എക്സാം എഴുതാൻ പോകാൻ നിൽക്കുന്ന മക്കളുണ്ടെന്ന് പറയാമോ? ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ മക്കൾ എത്ര പേര് ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്? എല്ലാം പഠിച്ചു കഴിഞ്ഞ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഞാനത് പറയാൻ കാരണം, എന്നെ ഇന്നൊരു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ അമ്മ വിളിച്ച് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മോനെ, എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവന് പ്രശ്നമില്ല, അവൻ എക്സാമിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ്റെ കൂട്ടുകാർ വിളിച്ചിട്ട് ഭയങ്കര സങ്കടത്തോടെ പറയുന്ന കുറേ കാര്യമുണ്ട്. അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. നമുക്കറിയാം, 13ാം തീയതിയാണ് എക്സാം വരുന്നത്. ഈ മാസം 13ാം തീയതി ഓണപരീക്ഷയാണ്. അപ്പോൾ ഓണത്തിന് മുൻപ് തന്നെ തീർക്കണമെന്നതാണ് അവരുടെ ആവശ്യം. അതുകൊണ്ട് എക്സാം ഷെഡ്യൂള് മാറ്റി ഇപ്പോൾ വീണ്ടും റീഷെഡ്യൂൾ ചെയ്ത് 13 മുതൽ 20 വരെയും പിന്നെ 1-ാം തീയതി ഒരു എക്സാം, അങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഈ 9ാം ക്ലാസ്സുകാരൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മറ്റ് കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ ഈ കുട്ടികൾ സങ്കടപ്പെടാൻ കാരണം എന്ന് പറയുന്നത്, എല്ലാവരുടെ വീടുകളിലും വെള്ളം കയറി. നമുക്കറിയാമല്ലോ, മഴക്കാലമാണ്, വെള്ളം കയറി, ബുക്കുകളും നശിച്ചു പോയി, പുസ്തകങ്ങൾ നശിച്ചു പോയി, അവരുടെ ബാഗില്ല, ബാക്കി കാര്യങ്ങളൊന്നും അവർക്കില്ല. ഈ ഒരു സാഹചര്യത്തിൽ 13ാം തീയതി കൊണ്ട് എക്സാം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കുട്ടികൾ അത് എഴുതുന്നത്, സമാധാനത്തോടെ എഴുതുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അമ്മ പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയല്ലേ, ആ കുട്ടികൾ ഇപ്പോൾ ഈ മകൻ്റെ കാര്യം ഓക്കെ, അവൻ കുഴപ്പമില്ലാത്ത ഒരു ഏരിയയിൽ താമസിക്കുന്നത്, അവർക്ക് വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല, പഠിക്കാൻ പറ്റുന്നുണ്ട്. ടീച്ചേഴ്സ് ആണെങ്കിൽ ക്ലാസ്സുകളെല്ലാം ഓൺലൈനിൽ വെച്ചിട്ട് പോർഷൻസ് തീർക്കുന്നുണ്ട്, അവർക്ക് അവരുടെ പണി ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ മക്കൾ, ഈ കുട്ടികൾ എങ്ങനെ പഠിക്കും? എന്തിനാണ് ഈ എക്സാം നടത്തുന്നത്? അവരുടെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കാലിബർ മനസ്സിലാക്കാൻ വേണ്ടി. അത് ഒരു വലിയ പ്രഷർ കൊടുത്തിട്ടാണോ ചെയ്യേണ്ടത്? അങ്ങനെയാണോ വേണ്ടത്? അതോ അവരൊന്ന് കൂളായിട്ട് സമാധാനത്തോടെ ആണോ എക്സാം എഴുതേണ്ടത്? എന്താ വേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. തീർച്ചയായിട്ടും ഈ വീഡിയോ അധികാരപ്പെട്ട ആൾക്കാരുടെ കയ്യിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ മക്കളെ ഓർത്തിട്ട്. കാര്യം നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം, എക്സാം അല്ലേ, കുഴപ്പമില്ല, ഓണപരീക്ഷയല്ലേ, പോയി അറ്റൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് വിടാൻ പറ്റും. പക്ഷേ അവരുടെ മാനസികാവസ്ഥയോട് നിങ്ങൾ ചിന്തിക്കണം. എക്സാം എഴുതിയിട്ട് മാർക്ക് കിട്ടുമ്പോഴേക്കും ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് മാർക്ക് പൊക്കി കാണിച്ചിട്ട്, ഇന്നയാൾ ഇത്ര മാർക്ക്, അടുത്തയാൾ ഇത്ര മാർക്ക് എന്ന് പറയുമ്പോൾ, നല്ല പഠിക്കുന്ന കുട്ടിക്ക് മാർക്ക് കുറഞ്ഞ് വാങ്ങേണ്ട ഒരു അവസ്ഥ. പഠിക്കാതിരിക്കുമ്പോൾ മാർക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടഫായിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഓരോ കുട്ടികൾക്കും പഠിക്കാനുള്ളത്. അപ്പോൾ അത് നല്ല പഠിക്കുന്ന കുട്ടിക്ക് പോലും ഈ ഒരു സിറ്റുവേഷനിൽ പഠിക്കാനുള്ളൊരു മൈൻഡ് കിട്ടില്ല, പഠിക്കാൻ പറ്റില്ല, അങ്ങനെ അവർക്ക് എക്സാം എഴുതാൻ പറ്റില്ല. എക്സാം എഴുതാതിരിക്കുമ്പോൾ മാർക്ക് കുറയുകയും ചെയ്യും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഓണത്തിന് ശേഷം, ഓണം കഴിഞ്ഞിട്ട്, ഓണം അവധി കഴിഞ്ഞിട്ടാണ് ഈ എക്സാം വെച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. കാര്യം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഏതോ ഒരു വർഷത്തിൽ ഓണത്തിന് ശേഷം ഓണപരീക്ഷ വെച്ചിട്ടുണ്ട്. ആ ഓണ സമയത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഓണാവധിക്ക് ശേഷമാണ് പരീക്ഷ നടത്തിയത്. അപ്പം അങ്ങനെ ചെയ്യാൻ വകുപ്പുണ്ടെങ്കിൽ അതല്ലേ നല്ലത്? ഈ കുട്ടികളെ പ്രഷർ കൊടുത്തിട്ട് എക്സാം എഴുതിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ നേരത്തെ ടൈം ടേബിൾ ഒന്ന് വായിക്കാം. 9ാം ക്ലാസ്സുകാരൻ്റെ ടൈം ടേബിൾ ആണ്. 13ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 10 മണി മുതൽ 1:45 വരെ 1ാം ഭാഷ പേപ്പർ 1, 1:30 മുതൽ 3:15 വരെ ഫിസിക്സ്. 14ാം തീയതിയാണ് അടുത്ത എക്സാം. 10 മണി മുതൽ 11:45 വരെ ഹിന്ദി. ഉച്ചയ്ക്ക് 2 മുതൽ 3:45 വരെ 1ാം ഭാഷ പേപ്പർ 2. 17ാം തീയതി രാവിലെ 10 മുതൽ 12:45 വരെ ഇംഗ്ലീഷ്. 1:30 മുതൽ 3:30 വരെ കലാകായിക പ്രവൃത്തി പരിചയം. 18ാം തീയതിയാണ് അടുത്ത എക്സാം. രാവിലെ 10 മുതൽ 12:45 വരെ മാത്സ്. 19ാം തീയതി അടുത്ത എക്സാം. 10 മണി മുതൽ 12:45 വരെ സാമൂഹ്യശാസ്ത്രം. 20-ന് 10 മുതൽ 11:45 വരെ കെമിസ്ട്രിയും 1:30 മുതൽ 3:15 വരെ ബയോളജിയും. ഇതായിരുന്നു നേരത്തെ ടൈം ടേബിൾ. പക്ഷേ ഇപ്പോൾ ടൈം ടേബിൾ മാറിയപ്പോൾ ഈ 20ാം തീയതി എക്സാം തീരില്ല. ഓണം കഴിഞ്ഞ്, ഓണാവധി കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് വീണ്ടും ഒരു എക്സാം കൂടിയുണ്ട്. അതാണ് ഈ കലാകായിക പ്രവൃത്തി പരിചയം. മനസ്സിലായോ? അതായത് 13ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്താലും അവർക്ക് 20ാം തീയതി തീരത്തില്ല. പിന്നെ ഒരു എക്സാം കൂടി 1ാം തീയതി വെച്ചിട്ടുമുണ്ട്. ഓണാവധി വെള്ളത്തിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല, അവർ പഠിച്ചോളും. പക്ഷേ ഈ ഓണാവധി കഴിഞ്ഞിട്ട് എല്ലാ എക്സാമും വെച്ചാലോ? അതല്ലേ കുറച്ചുകൂടി അവർക്ക് കംഫേർട്ട്. പഠിക്കാനുള്ള സമയം കിട്ടും. പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാനുള്ള സമയം ഉറപ്പായിട്ടും കിട്ടും. ഇനി പുതിയ ടൈം ടേബിൾ എന്ന് പറയുന്നത് റീഷെഡ്യൂൾ ചെയ്ത് വന്ന ടൈം ടേബിൾ. അത് 9ാം ക്ലാസ്സുകാരൻ തന്നെ വായിക്കാം. 13-ന് സ്റ്റാർട്ട് ചെയ്യുന്നു. രാവിലെ 1ാം ഭാഷ പേപ്പർ 1. ഉച്ചയ്ക്ക് അന്ന് അവർക്ക് പരീക്ഷയില്ല. 14-ന് അടുത്ത എക്സാം. രാവിലെ ഹിന്ദിയും ഉച്ചയ്ക്ക് 1ാം ഭാഷ പേപ്പർ 2. 17ാം തീയതിയാണ് പിന്നെ എക്സാം ഉള്ളത്. 15-ഉം 16-ഉം ഇല്ല കേട്ടോ. 17ാം തീയതി പിന്നെ എക്സാം. ഇംഗ്ലീഷ് രാവിലെ, ഉച്ചയ്ക്ക് ഫിസിക്സ്. 18ാം തീയതി രാവിലെ മാത്സ്, ഉച്ചയ്ക്ക് പരീക്ഷയില്ല. 19ാം തീയതി സോഷ്യൽ സ്റ്റഡീസ് രാവിലെ, ഉച്ചയ്ക്ക് ബയോളജി. 20ാം തീയതി കെമിസ്ട്രി, ഉച്ചയ്ക്ക് ശേഷം പരീക്ഷയില്ല അവർക്ക്. 21ാം തീയതി പരീക്ഷയില്ല അവർക്ക്. പകരം 1ാം തീയതി വെച്ചിരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ റീഷെഡ്യൂൾ ചെയ്തേക്കാണ്. ഇതെങ്ങനെയാണ് ഈ കുട്ടികൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ആ അമ്മ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരവില്ല. ഞാൻ എന്താ പറയേണ്ടത്?
കാര്യം ഇപ്പോഴത്തെ കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല, ഒന്നും അവരുടെ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഒന്നും നമ്മൾ അറിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൊല്ലത്തുള്ള പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ ആലപ്പുഴ, അതുപോലെ പത്തനംതിട്ട, റാന്നി അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറി കംപ്ലീറ്റ് ബുക്കും പുസ്തകവും ഒക്കെ നശിച്ച് ഇവരെന്ത് വെച്ച് പഠിക്കും? പല കുട്ടികളും ക്യാമ്പുകളിലാണിപ്പോൾ. ഇവർക്ക് തിരിച്ച് പോയാൽ മാത്രമേ എക്സാമിന് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സമയത്തുകൊണ്ട് എക്സാം വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ എഴുതും? ഞാൻ ആ അമ്മയുടെ വാക്കുകൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആ ചോദ്യം റെലവൻ്റ് ആണ്, ഒന്ന് കേട്ടു നോക്കൂ. ഈ ടൈം ടേബിൾ കൊണ്ട് ഇപ്പൊ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. റീഷെഡ്യൂൾ ചെയ്തതുകൊണ്ട് എന്ത് മാറ്റം ഇപ്പൊ ഇതിനകത്ത് വന്നത് എന്നുള്ളത് മനസ്സിലാവണേ ഇല്ല. ശരിക്ക് കഴിഞ്ഞ ടൈം ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടെ ഈസി ആയിരുന്നു. കാരണം ഓരോ ലാംഗ്വേജിന്റെ കൂടെ ആയിരുന്നു ഇവർക്ക് മറ്റേ സബ്ജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ലാംഗ്വേജ് എന്ന് പറഞ്ഞപ്പോ മലയാളം സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്ക് ഒരുവിധം ഈസിയാണ്. ഇംഗ്ലീഷ് അതുപോലെ ഹിന്ദി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അതിന്റെ ആ ഗ്രാമറും ക്ലാസ്സിന്റെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എഴുതി പോരാൻ പറ്റും. പക്ഷെ സബ്ജക്റ്റ് മെനക്കെട്ടിരുന്ന് പഠിക്കുന്ന വേണ്ട. എസ്പെഷ്യലി വലിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും കണ്ടമാനം പഠിക്കാനുണ്ട്. പുതിയ വേർഡ്സുകളാണെങ്കിലും ഇക്വേഷൻസ് ആണെങ്കിലും ഇപ്പോ കെമിസ്ട്രിയിലത്തെ പ്രോബ്ലംസ് ആണെങ്കിലും ഫിസിക്സിലെ പ്രോബ്ലംസ് ആണെങ്കിലും എല്ലാം. അപ്പോ അതിന് ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇപ്പൊ തന്നിട്ടുള്ള ടൈം ടേബിള്. ഈ ടൈം ടേബിൾ പ്രകാരം ഏറ്റവും ടഫായിട്ടുള്ള സോഷ്യലും ബയോളജിയും ഒരു ദിവസം തന്നിരിക്കുകയാണ്. ഈ സോഷ്യലില് ജോഗ്രഫിയും ഹിസ്റ്ററിയും വരുന്നുണ്ട്. ജോഗ്രഫിയിൽ 3 ചാപ്റ്റർ വരുന്നുണ്ട്, ഹിസ്റ്ററിയിൽ 3 ചാപ്റ്റർ വരുന്നുണ്ട്, ബയോളജിയിൽ വലിയ 2 ചാപ്റ്റർ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഓണപരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ഇത്രയും വലിയൊരു ഭാരമാണ്. നമ്മളപ്പോ ആനുവൽ പരീക്ഷയ്ക്ക് ഇതിനെക്കാട്ടും കൂടുതൽ പഠിക്കുന്നില്ലേ എന്ന് ചോദിക്കും. പക്ഷെ ആനുവൽ പരീക്ഷ എത്തുമ്പോഴേക്കും നമ്മളിത് പഠിച്ചു മാറ്റി വെച്ചത് നമ്മൾ റിവിഷൻ ചെയ്യണല്ലേ ഉള്ളൂ. പക്ഷെ അത് പുതിയ സാധനം നമ്മൾ പഠിക്കുന്നതല്ലേ, അത് വ്യത്യാസമുണ്ട്. അപ്പൊ അതാണ് പിള്ളേരൊക്കെ ഭയങ്കര ടെൻഷനിലാണ്. കേട്ടല്ലോ, ഇത് കുട്ടികൾ പറയുന്നതല്ല, ഒരു പാരന്റിന്റെ വാക്കുകളാണ്. അവർക്ക് അവരുടെ മക്കളെ കുറിച്ച് കൺസേൺ ഉണ്ട്. കാരണം അവരുടെ മക്കൾ മാർക്ക് മേടിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ മാർക്ക് മേടിക്കണമെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റണമെങ്കിൽ സമയം വേണം. ആ സമയം കൊടുക്കാതെ എടുപിടി എന്ന് പറഞ്ഞ് എക്സാം നടത്തിയിട്ട് കുറേ പേര് തോറ്റു. അപ്പോൾ ഓണപരീക്ഷയല്ലേ, നിസ്സാരമല്ലേ എന്നൊക്കെ തോന്നാം. പക്ഷേ ഓണപരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്ക് വെച്ചാണ് അവർ നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കുന്നത്. ഇതിനേക്കാളും കുറച്ച് നല്ല മാർക്ക് മേടിക്കണം ക്രിസ്മസ് പരീക്ഷയ്ക്ക്, അതിനേക്കാളും ഹയർ മാർക്ക് മേടിക്കണം ലാസ്റ്റ് എക്സാമിന് എന്നൊക്കെ പറഞ്ഞാണ് അവർ മത്സരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടികളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ലെവലിലേക്ക് എന്തിനാണ് ഇത്തരമൊരു എക്സാം ഈ സമയത്ത്? അത് എഴുതാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഈ കുട്ടിയുടെ ഈ സംസാരിച്ച അമ്മയുടെ മകൻ അവർക്ക് ഓക്കെ, അവർ പഠിപ്പിച്ചെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ കൂട്ടുകാർ അവനെ വിളിച്ച് സങ്കടം പറയുന്നുണ്ടെന്ന്. അപ്പോൾ ആ കേൾക്കുന്ന മകൻ്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. കൂട്ടുകാരെ വിളിച്ച് പറയുന്നത് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ബുക്കുകൾ കയ്യിലില്ല, ഞങ്ങളുടെ നോട്ട്ബുക്കുകൾ കയ്യിലില്ല, ടെക്സ്റ്റ് കയ്യിലില്ല, എല്ലാം ഒഴുകിപ്പോയി എന്നാ പറയുന്നത്. അവരെന്ത് ചെയ്യുക കുട്ടികൾ? അവരുടെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ മക്കളാണെങ്കിൽ, നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് കുട്ടികൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ നമുക്കതെങ്ങനെ ഫീൽ ചെയ്യും? എക്സാം എഴുതാൻ പറ്റുന്നില്ല, നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ഒരു സമാധാനം കിട്ടുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് തീർച്ചയായിട്ടും അധികാരപ്പെട്ട ആൾക്കാർ ഇതിന് പുറംതിരിഞ്ഞ് നിൽക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ടൈം ടേബിൾ റീഷെഡ്യൂൾ ചെയ്യുകയല്ല വേണ്ടത്. സമയം മാറ്റുക, ഡേറ്റ് മാറ്റി ഓണത്തിന് ശേഷം ആക്കുക. ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല അങ്ങനെ മാറ്റി എന്ന് പറഞ്ഞിട്ട്. കുട്ടികൾ കംഫർട്ടായിട്ട് എഴുതട്ടെ, അവർ കംഫർട്ട് ആവട്ടെ, എന്നിട്ട് എക്സാം നടത്തുക. ഇപ്പോൾ പല സ്കൂളുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളായിരിക്കും. അവരെന്ത് ചെയ്യും? അപ്പോൾ അവിടെ ഇറക്കി വിടും എക്സാം ദിവസം. അവിടെ ഒരുപാട് കുട്ടികൾ അവിടെ താമസിക്കുന്നുണ്ടാവും. ആ കുട്ടികൾക്കെല്ലാം എക്സാം ഉണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യും? എങ്ങനെ എഴുതും? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് കണ്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഡേറ്റ് കൊണ്ട് വെച്ചതെന്നുള്ളത്. എൻ്റെ തെറ്റാണ്, നിങ്ങൾ തീർച്ചയായും ചൂണ്ടിക്കാണിക്കണം കേട്ടോ. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് പറയണം. ദൈവം അങ്ങനെയല്ല, അത് ഈ സമയം തന്നെ നടത്തേണ്ടത് അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ പറയണം. പക്ഷെ എനിക്കിത് കേട്ടപ്പോൾ തോന്നുന്നത് ഒരിക്കലും ഈ 13-ാം തീയതി കൊണ്ട് എക്സാം വെക്കരുതെന്നാണ്. എഴുതുന്ന കുട്ടികളെല്ലാം തന്നെ വളരെ വിഷമത്തോടെയായിരിക്കും എഴുതുന്നത്, ഒരു സംശയം വേണ്ട. പകരം ഓണം കഴിഞ്ഞിട്ട്, ഓണം അവധി കഴിഞ്ഞിട്ട് നടത്തിയാൽ നല്ലത്. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ എത്തിക്കുക. മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അധികാരപ്പെട്ട ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തുന്നവരെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് 8-ാം തീയതിയായി, 13-ാം തീയതിയാണ് എക്സാം. മനസ്സിലായല്ലോ? അപ്പോൾ കുട്ടികൾ
ഒരു പ്രഷറും ഇല്ലാണ്ട് നന്നായിട്ട് പഠിച്ചവർ എഴുതട്ടെ. സോ അതിൻ്റെ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.